ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രിവെൻഷൻ, അതിൽ അപ്രോച്ച് ടുവേർഡ്സ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ ആൻഡ് സ്റ്റേജ് ഓഫ് ഡിസാസ്റ്റർ. ഇതിൽ നമുക്ക് വേറെ ഡിസ്കസ് അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് ആംഡ് ഫോഴ്സസ്, സ്റ്റേറ്റ് പോളിസീസ് എല്ലാം അതെല്ലാം നമുക്ക് ഇതിൽ ഇൻക്ലൂഡഡ് ആയി ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതർ ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് പറഞ്ഞതാണ് അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വരുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രിവെൻഷൻ. എന്താണ് അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് നോക്കാം. ആംഡ് ഫോഴ്സ് ആണ് ഇതിൽ വരുന്നത്. ആംഡ് ഫോഴ്സ് എന്താണ്? ആംഡ് ഫോഴ്സ് ആർ കോൾഡ് അപ്പോൺ ദ അസിസ്റ്റൻസ് ഓഫ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ആംഡ് ഫോഴ്സ് എന്ന് പറയുന്നത് സിവിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ഫോഴ്സാണ് ആംഡ് ഫോഴ്സ്. അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സിൽ വരുന്നതാണ് ആംഡ് ഫോഴ്സ്. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് സിവിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സംഭവമാണ്. സിവിൽ അഡ്മിനിസ്ട്രേഷൻ, സിവിൽ, ഇതാണ് ആംഡ് ഫോഴ്സ്. ഓക്കെ, സിവിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ആംഡ് ഫോഴ്സ് ആർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഓഫ് എ സീരിയസ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ ആസ് എ റിസൾട്ട് ഓഫ് ദർ ട്രെയിനിങ്, വാസ്റ്റ് എക്സ്പീരിയൻസ്, ടാസ്ക് ടേക്കിംഗ്, മെന്റാലിറ്റി ആൻഡ് സ്വിഫ്റ്റ്നെസ് ഓഫ്. അതായത് അവർ നല്ല എന്ത് കിട്ടിയ ട്രെയിനിങ് കിട്ടിയ ഒരു ഫോഴ്സാണ് ആംഡ് ഫോഴ്സ്. അതായത് എന്തെങ്കിലും ഡിസാസ്റ്റർ വരുമ്പോൾ പെട്ടെന്ന് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പെട്ടെന്ന് അവർക്ക് എന്താണ് ട്രെയിനിങ് ഇല്ലാതെ അവർക്കൊന്നും, കാരണം ഈ കയറ് പിടിച്ച് അങ്ങോട്ട് പോവാ, രണ്ട് നദിക്ക് കുറുകെ കയറ് കെട്ടി ജനങ്ങളെ, നമ്മൾ എത്രയോ വീഡിയോസിലൊക്കെ കണ്ടതല്ലേ, നമ്മുടെ വയനാട്ടിലെ ആ പ്രശ്നം വന്ന സമയത്ത് രണ്ട് നദിക്ക് കുറുകെ കയറ് കെട്ടിയിട്ട് ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ വീഡിയോ നമ്മൾ കണ്ടതാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ ആ ഒരു മണ്ണിൽ വലിയ കുത്തൊഴുക്കുന്നത് രക്ഷിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനൊക്കെ ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ട്രെയിനിങ് കിട്ടിയ ഫോഴ്സാണ് ആംഡ് ഫോഴ്സ്. അത് വരുന്നതാണ് അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, CAPF. ഓക്കെ, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്. ദ CAPF is which are also the armed force of Union, but under Ministry Home also pay to keep the disaster response. Okay, next, state police and fire service and home guard. സ്റ്റേറ്റ് പോലീസ്, അത് നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റിലെ പോലീസ് ആൻഡ് ഹോം ഗാർഡ്സ് ഒക്കെ ആ സമയത്ത് വയനാടാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പോലീസ് ഉണ്ടല്ലേ, കേരള പോലീസ് ഇങ്ങനെ എല്ലാ സമയത്തും ഡ്യൂട്ടിക്ക് ഓൾറെഡി ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഒരു ഫോഴ്സിലെ ഈ ഒരു ഇതിലേക്ക് മാറ്റും. നെക്സ്റ്റ്, സിവിൽ ഡിഫൻസ്, ഹോം ഗാർഡ്സ്. സിവിൽ ഡിഫൻസ് എന്താണ്? ദ സിവിൽ ഡിഫൻസ് ആൻഡ് ദ ഹോം ഗാർഡ്സ് ക്യാൻ ബി അസൈൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കമ്മ്യൂണിറ്റി പ്രിപ്പയർനെസ് ഓഫ് പബ്ലിക് അവയർനെസ് ഇൻ അർബൺ ഏരിയ. അതായത് സിവിൽ ഹോം ഗാർഡ്സ് ഇവരെന്ത് ചെയ്യുന്നു, ഇവരാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ആ ഒരു ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് ഒരു അവയർനെസ് കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ ഒന്നുകിൽ സംഭവിച്ചു പോയതിനെ പറ്റി ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ രണ്ട് ഉരുൾപൊട്ടൽ പൊട്ടി മൂന്നാമത്തെ ഉരുൾപൊട്ടലേക്കൊരു ഇത് സാധ്യത ഉണ്ട് എന്ന് ക്ലൈമറ്റ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുമ്പോൾ അതിനെ പറ്റിയിട്ട് ആ പ്രദേശത്ത് ഭീതി, അതായത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ പ്രദേശമാകെ ഒരു ഭീതി പടരും. ആ ഭീതി പടരുമ്പോൾ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ അവയർനെസ് കൊടുക്കുന്ന ചില ഫോഴ്സ് ഉണ്ടാവും. അതിലൊന്നാണ് എന്ത് പറയുന്നത്, സിവിൽ ഡിഫൻസ് അല്ലേ. അവർ സിവിൽ ഡിഫൻസ് മാത്രമല്ല, ജനങ്ങൾക്ക് ധൈര്യവും ജനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ആര്, സിവിൽ ഡിഫൻസ് എന്ന് പറയുന്നത്. ലോക്കൽ എലക്റ്റഡ് ബോഡീസ്. എന്താണ് ലോക്കൽ എലക്റ്റഡ്? ദ DM Act will define roles of National Area Committee, municipal corporation and municipal council and Panchayat Raj Institute under section. The bodies are supposed to ensure their officials and employees are trained the disaster management and resources related to the disaster manager. These bodies are also required to carry out relief activities in the affected areas in coordination with state and disaster management. Okay, അപ്പോൾ ഇതാണ് ലോക്കൽ ഇലക്റ്റഡ് ബോഡീസ് എന്ന് പറയുന്നത്. ദെൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഡിസാസ്റ്റർ റെസ്പോൺസ്. Okay, local elected bodies, DM Act 2005 will the different roles of area municipal corporation ആയി ബന്ധപ്പെട്ട the bodies of supposed to ensure their officials employees are
ട്രെയിൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റിലുള്ള ആ ഒരു സെക്ഷനിലേക്ക് ട്രെയിൻഡ് ആയിട്ട് നേരത്തെ പറഞ്ഞു നമ്മളിൽ എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആളുകളുടെ ഒരു കൂട്ടം ആണ് എന്ത് ലോക്കൽ ഇലക്റ്റഡ് ബോഡീസ്. അതേപോലെ തന്നെ വേറൊരു കമ്മിറ്റിയാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഡിസാസ്റ്റർ റെസ്പോൺസ്. കമ്മ്യൂണിറ്റി എന്താണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് NGO. കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഏതൊക്കെ? കമ്മ്യൂണിറ്റി റിലേറ്റഡ്. മിസ് ഇത് മായ്ച്ചിട്ട് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെയാ നോക്കാം നമുക്ക്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ്, ഇന്റർനാഷണൽ കോപ്പറേഷൻ, കമ്മ്യൂണിറ്റി റിലേറ്റഡ്. അതായത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസാസ്റ്റർ റെസ്പോൺസ്, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസാസ്റ്റർ റെസ്പോൺസ്. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഡിസാസ്റ്റർ റെസ്പോൺസ് അതിന് എക്സാമ്പിളാണ് NGO, NCC, ICDS, NSS, NYKS, നാഷണൽ സർവീസ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കില്ല. നാഷണൽ സർവീസ് സ്കീം NCC, NSS അല്ലേ? NSS നാഷണൽ സർവീസ് സ്കീം. നാഷണൽ സർവീസ് സ്കീമാണ് NSS. പിന്നെ NYKS ആണ് അല്ലേ? അതായത് നെഹ്റു യുവ കേന്ദ്ര സംഗത. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് NCC നാഷണൽ സർവീസ് സ്കീം, NGO, NCC, ICDS, NYKS. ഇതെല്ലാം ഓരോ ഓർഗനൈസേഷൻസ് ആണ്. അതായത് എന്ത് ഓർഗനൈസേഷൻ ആണ്? മിസ് മൊത്തം എഴുതുന്നില്ല, മിസ് വായിച്ചുതരാം. then volunteers of national cadet corps ആണ് NCC. volunteers നമുക്കറിയാം NCC volunteers ആണ് സ്കൂൾ ലെവലിൽ അല്ലേ? volunteers ആണ് അല്ലേ? volunteers അതായത് സ്കൂളിൽ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് NCC ട്രെയിനിങ്. സ്കൂൾ ലെവൽ വളണ്ടിയേഴ്സിനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് പാർട്ടിസിപ്പേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റിനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന റെസ്പോൺസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് NCC. അതേപോലെ തന്നെ മറ്റൊരു സ്കൂൾ കാറ്റഗറിയാണ് NSS നാഷണൽ സർവീസ് സ്കീം. ദേശീയ തലത്തിൽ NSSലൊക്കെ പോയിട്ട് നമ്മുടെ എന്താ പറയുക, സ്വാതന്ത്ര്യ ദിനത്തിന് അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുന്നിലൊക്കെ നമ്മുടെ പതാക ഉയർത്തുന്നതിലൊക്കെ റോള് നിർവഹിക്കുന്നത് NSS സ്റ്റുഡൻസ് ഒക്കെ പോകും. നമ്മൾ പിന്നെ NSS സ്റ്റുഡൻസ് ആണ് നമ്മുടെ എന്ത് ചെയ്യുക, നമ്മൾ സ്കൂൾ ചില എന്താ പറയുക പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നും നമ്മുടെ പൊതുവായിട്ട് നാഷണൽ ഡേയ്സ് വരുമ്പോൾ അതിലൊക്കെ ഇൻവോൾവ് ചെയ്ത് സമൂഹത്തിന് മാതൃകയായി ഓരോന്ന് ക്യാമ്പ് നടത്തിയും പിന്നെ സമൂഹത്തിന് മാതൃകയായി ആ ഒരു കുട്ടിക്കാലം അതായത് സ്കൂൾ ബേസിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് NSS നമുക്കറിയാം. അപ്പം ഇതൊക്കെ ഓരോ പ്രൊജക്റ്റുകളും ഓരോ വർക്കുകളും കുട്ടികൾക്കുള്ള ട്രെയിനിങ് നമ്മുടെ ദേശീയ എന്താ പറയുക കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഡിസാസ്റ്റർ റെസ്പോൺസിൽ ഉൾപ്പെടുന്ന സംഭവങ്ങളാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഓഫ് ദീസ് യൂത്ത് ബേസ്ഡ് ഓർഗനൈസേഷൻ ക്യാൻ ബി ഓപ്റ്റൻഡ് ബൈ ഗിവിംഗ് ദം സ്പെഷ്യൽ ട്രെയിനിങ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതായത് പൊട്ടൻഷ്യൽ ഓഫ് ദീസ് യൂത്ത് ബേസ്ഡ് ഓർഗനൈസേഷൻ ഇതെല്ലാം എന്താണ് മൊത്തത്തിൽ ഇത് പറയുമ്പോൾ എന്താണ്? യൂത്ത് ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് അല്ലേ? കുട്ടികൾക്ക് സമൂഹത്തിന് വേണ്ടി നമ്മളെന്താ പറയുക സമൂഹത്തിന് വേണ്ടി ഉത്തരവാദിത്തങ്ങളും കടമകളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ തയ്യാറുള്ള ഒരു കൂട്ടം യുവാക്കളുടെ അല്ലെങ്കിൽ യൂത്ത് വിങ്സിൻ്റെ ഓർഗനൈസേഷനാണ് NGO, NCC, ICDS, NSS and NYKS.
ഓക്കെ. ദെൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ, ഡിസാസ്റ്റർ ആർ നോട്ട് ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് അല്ലേ. ഡിസാസ്റ്ററിന് എന്തില്ല, ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഇല്ല, ഇന്ന സ്ഥലത്തെ ഡിസാസ്റ്റർ ഉണ്ടാവുന്നൊന്നുമില്ല. അതായത് പ്രകൃതിയാണ് നമ്മളെന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഓരോരോ ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും, പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. അപ്പോൾ ഇന്ന സ്ഥലത്തെ സംഭവിക്കാവൂ എന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജോഗ്രഫിക്കലി എന്താണ്, ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് മേജർ ഡിസാസ്റ്റേഴ്സ് മേ ഓഫൺ simultaneously affect several countries should be endeavored to and development cooperation and coordination of international level disaster management. അതായത് എന്താണോ സംഭവിക്കരുതെന്ന് മുൻകരുതൽ എടുക്കാൻ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട്, നമ്മുടെ ഇന്റർനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വേറൊരു സെക്ഷനാണ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ. ഓക്കെ. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, നാഷണൽ പോളിസി, ഡിസാസ്റ്റർ മാനേജ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ അപ്രോച്ച് ടുവേർഡ്സ് ഡിസാസ്റ്റർ. എന്തൊക്കെയാണ്? ഡിസാസ്റ്റർ പ്രിവെൻഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മെഷേഴ്സ് ടുവേർഡ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ ആൻഡ് റെസ്പോൺസ് ഓഫ് റിക്കവറി ബേസ്ഡ് എഫേർട്സ്. എന്താണ് പിന്നെ മെഷേഴ്സ് ടുവേർഡ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ? എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കുക ഡിസാസ്റ്റർ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഈ ബൗണ്ടറീസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ പ്രിവെൻഷൻ ആണ്, എന്തൊക്കെ മെഷേഴ്സ് ആൻഡ് ടുവേർഡ്സ് ഡിസാസ്റ്റർ പ്രിവെൻഷൻ നമുക്ക് ചെയ്യാമെന്നാണ് നമുക്ക് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ. റിസ്ക് അസസ്മെന്റ് ആൻഡ് റിക്വയർഡ് ഫോർ ദി അഡോപ്ഷൻ ഓഫ് സക്സസ്ഫുൾ ഡിസാസ്റ്റർ റിഡക്ഷൻ ഓഫ് പോളിസീസ്. അല്ലെ, പലതരം പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. പല പദ്ധതികളും അല്ലേ, അതായത് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും പലതരം പോളിസീസ് ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിനെ നൽകുക, ഉദ്യോഗസ്ഥരെ ഡിപ്പാർട്ട്മെന്റ് നൽകിക്കൊണ്ട് അവരെ അവയർനെസ് ചെയ്യിക്കുക, ഇങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ള സ്ട്രാറ്റജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഷുഡ് ഫോക്കസ് റെഡ്യൂസിങ് ദ നീഡ് ഓഫ് ഡിസാസ്റ്റർ റിലീഫ്. അത് റിലീഫ് മീൻസ് ആശ്വാസം, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എന്ത് ചെയ്യുക, പ്രിവെൻഷൻ കൊടുക്കുക. ഡിസാസ്റ്റർ പ്രിവെൻഷൻ ഷുഡ് ബി ആൻ ഇന്ത്യൻ പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് പോളിസി ആൻഡ് പ്ലാനിങ് ഓഫ് നാഷണൽ, റീജിയണൽ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റേജ്. അത് നാഷണൽ ആയാലും റീജിയണൽ, അതായത് നമ്മുടെ പ്രാദേശികപരമായിട്ടാണെങ്കിലും സ്റ്റേറ്റ് പരമായിട്ട് സംസ്ഥാനപരമായിട്ടാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും അതിന് കറക്റ്റായിട്ടുള്ള പ്രിവെൻഷൻ നടപടികൾ, മുൻകരുതൽ നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തം വേണമെന്നാണ് പറയുന്നത്. ഏർലി വാർണിംഗ് ഓഫ് ഇംപെൻഡിങ് ഡിസാസ്റ്റർ ദർ എഫക്റ്റീവ് ഡെസിഷൻ യൂസിങ് ടെലികമ്മ്യൂണിക്കേഷൻ. പ്രിവെൻഷൻ നടപടികളാണ് നമ്മൾ പറയുന്നത്, മുൻകരുതൽ നടപടികളാണ് പറയുന്നത്. അതായത് ടെലികമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിച്ച് ഇന്ന സ്ഥലത്ത് ഒരു പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കും, ഇന്ന സ്ഥലത്ത്, അത് ഏതെങ്കിലും സ്ഥലത്താ പറയുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് വരുന്ന മുന്നറിയിപ്പാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന പ്രദേശത്ത് ഇന്ന സമയത്ത് ഒരുപക്ഷെ ഉരുൾപൊട്ടൽ ഉണ്ടായേക്കും എന്നുള്ളത് വരുമ്പോൾ അവിടെ എന്ത് കൊടുക്കണം, പ്രിവെൻഷൻ നടപടികൾ കൊടുക്കാനുള്ള ഒരു സെക്ഷനാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. Then application of proper design and patterns of development forms a target of groups through the appropriate education and training of essential for reduction of vulnerability. അതായത് proper design and patterns of development for target of groups and through appropriate education training of essential. അത് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൽ അത് എത്രത്തോളം ഈ ഒരു സ്ട്രാറ്റജി ഈ ഒരു പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു, മുൻകരുതൽ, കാലാവസ്ഥ, ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു പ്രൊസീജിയറിൽ ഇത് നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് എന്താ പറയുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു അവയർനെസ് കൊടുക്കാം. അത് ഏത് വഴി, എഡ്യൂക്കേഷൻ വഴി ഒരു അവയർനെസ് കൊടുക്കാനും ഉത്തരവാദിത്തപ്പെട്ടതാണെന്ന് പറയുന്നു. ദർ ഷുഡ് ബി ആൻ പാർട്ട് ഓഫ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ടു ഷെയർ നെസറി ടെക്നോളജി ഓഫ് പ്രിവെന്റ് ഡിസാസ്റ്റേഴ്സ്. നമുക്ക് എന്ത് കൊടുക്കാം, മുന്നറിയിപ്പ് കൊടുക്കാം. അതായത് എന്തെങ്കിലും ഉരുൾപൊട്ടലോ ഇനി കൊടുങ്കാറ്റോ പേമാരിയോ അങ്ങനെ എന്തെങ്കിലും വരാനുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ കിട്ടുന്ന മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രിവെൻഷൻ നടപടികൾ, മുൻകരുതൽ നടപടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ.
ഈച്ച് കൺട്രി ബിയേഴ്സ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ടിങ് ദ പീപ്പിൾ. ഏത് കൺട്രീസ് ആണെങ്കിലും, നമ്മളിപ്പോൾ ഇനി ഇന്ത്യ ആയിക്കോട്ടെ, ഇനി ബ്രിട്ടൻ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, നമുക്കറിയുന്ന ഏത് രാഷ്ട്രങ്ങളാണെങ്കിലും ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് എന്താ? പ്രൊട്ടക്റ്റ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ ആ ഒരു സംരക്ഷണത്തിനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് മുൻകരുതൽ നടപടി എന്നുള്ള ആ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല ന്യൂസിൽ മാറ്റിപ്പാർപ്പിക്കൽ.